ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വിഷു സ്പെഷ്യൽ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉണ്ണിയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കുന്നവർക്ക് പോലും ഈ ഒരു റെസിപ്പി കണ്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3 മണിക്കൂറോളം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള അരിയാണ് കേട്ടോ. ഇത് കഴുകി എടുത്തതിന് ശേഷമാണ് വെള്ളത്തിലിട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കപ്പ് കൊണ്ട് 2 കപ്പിന് പച്ചരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഒരു അരിയിലത്തെ വെള്ളമൊക്കെ ഒന്ന് വാർത്തതിന് ശേഷം ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് ശേഷം പിന്നെ നമുക്ക് ഈ ഒരു അരി ഒന്ന് പൊടിച്ചെടുക്കാം. ഒരു 10 മിനിറ്റോളൊക്കെ വെക്കുമ്പോഴേക്കും അരിയിലത്തെ വെള്ളമൊക്കെ നല്ലോണമൊക്കെ ഒന്ന് വാർന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. പകുതിയോളം മിക്സി ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 4 ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കയുടെ ഉള്ളിലെ കുരു മാത്രമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം ഈ ഒരു അരി ഒന്ന് പൊടിച്ചെടുക്കുക. നമുക്കത് എത്രത്തോണ്ട് നൈസായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുമോ അത്രയും നല്ല നൈസായിട്ട് വേണം കേട്ടോ അത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് അരി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഞാൻ പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു പൊടിയിലോട്ട് നമുക്ക് പഴമൊന്ന് അരച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 4 പാളയംകോടൻ പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ സൈസായിട്ടുള്ള പഴമായത് കാരണമാണ് കേട്ടോ ഞാനിവിടെ 4 എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 2 മതിയാകും. അപ്പോൾ നല്ലോണം പഴുത്തിട്ടുള്ള പഴം വേണ്ട എടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുള്ള പഴം നമുക്കൊരു പൊടിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് അരച്ചിട്ട് കുറച്ച് നേരമായിട്ട്, അപ്പോൾ അത് കാരണമാണ് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിപ്പോയിട്ടുള്ളത്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. പിന്നെ ഈ ഒരു പാളയംകോടൻ പഴം കിട്ടാനില്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ഇതുപോലെ പഴം കിട്ടിയെന്നൊന്നും വരില്ല. അപ്പോൾ അങ്ങനെ കിട്ടാനില്ലെങ്കിൽ നമുക്കിതിന് പകരമായിട്ട് റോബസ്റ്റ പഴമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ റോബസ്റ്റ പഴം എടുക്കുകയാണെങ്കിൽ വലുതാണെങ്കിൽ 1 മതിയാകട്ടെ, ചെറുതാണെങ്കിൽ മാത്രം 2 എടുത്താലും മതി. അപ്പോൾ അങ്ങനെ എടുക്കുന്ന പഴം നല്ലോണം പഴുത്തിട്ടുള്ളതാണ് കേട്ടോ. ഞാനിത് പഴമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്കുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് ഒരു 400 ഗ്രാം അളവിൽ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ഉരുക്കിയെടുക്കാനും വേണ്ടിയിട്ട് ഇതിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. ഈ ഒരു ശർക്കരയൊക്കെ നല്ലോണമൊക്കെ ഒന്ന് ഉരുക്കിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു പൊടി ഉണ്ടല്ലോ അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് നല്ലോണം അരിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ചൂടുള്ള ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ അത് മിക്സ് ആക്കിയിട്ട് എടുക്കാനായിട്ട്. തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കരപ്പാനിയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമേ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു പൊടി ഇങ്ങനെ മിക്സ് ആയി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. ഇതിപ്പോൾ ഞാനിവിടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും കുറച്ചും കൂടെ ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലോണമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൈദ ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇതിന് പകരമായിട്ട് 1 കപ്പോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ മൈദ ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. അത്യാവശ്യം നല്ല മധുരമുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവൊന്ന് കുറച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ അതേ വീണ്ടും മൈദയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ കുറച്ചും കൂടെ ഒന്ന് ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്നും കൂടെ ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങളിതുപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ശർക്കരപ്പാനിയുടെ കുറവായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് കൂടെ എടുത്താൽ മതി. ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടക്കിടക്കൊക്കെ ആയിട്ട് ഈ ഒരു ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പണി എളുപ്പത്തിന് വേണ്ടിയിട്ട് നേരത്തോടെ ശർക്കരപ്പാനിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തണുത്തിട്ടൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ശർക്കരപ്പാനിയൊന്നും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒന്നും കൂടെ തിളപ്പിച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാൻ. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ കൂടി പോവേണ്ട, വളരെ കുറച്ച് മാത്രം മതി. ഒരു നുള്ളോളം മതിയാകും കേട്ടോ. എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ എള്ളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നെയ്യാണെങ്കിലും എടുക്കട്ടെ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറി വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ള് കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കാം.
ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് മാറ്റി വെക്കണം കേട്ടോ. 1 മണിക്കൂറിന് ശേഷമാണ് പിന്നെ ഇത് എടുക്കേണ്ടത്. അത്ര മതിയാകട്ടെ, അതിൽ കൂടുതൽ സമയമൊന്നും ഇത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. ഇതിപ്പോൾ ഇവിടെ 1 മണിക്കൂറായിട്ടുണ്ട്. 1 മണിക്കൂറൊക്കെ ആയപ്പോഴേക്ക് ഇത് മാവ് ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇത് വെച്ചിട്ട് ഉണ്ണിയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ഭാഗത്തോളം മാവ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാ കുഴിയിലും മാവൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു സൈഡൊക്കെ ഒന്ന് വെന്ത് വന്ന് കഴിയുമ്പോഴേക്കും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു കളറായിട്ട് വരുന്നത് വരയ്ക്ക് ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു വിഷുവിന് എല്ലാവരും ഇതുപോലൊരു ഉണ്ണിയപ്പം തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉണ്ണിയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കുന്നവർക്ക് പോലും ഈ ഒരു ഇതിൽ തയ്യാറാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഒന്നും ഫ്ലോപ്പായി പോകുമൊന്നുമില്ല. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡൊക്കെ ഒന്ന് വെന്ത് വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ സൈഡും നല്ലോണമൊക്കെ ഒന്ന് കളറൊക്കെ ആയിട്ട് വരുന്നത് വരയ്ക്ക് ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ട്രിപ്പ് ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള മാവ് വെച്ചിട്ടും ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ആദ്യമായിട്ടൊക്കെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് എടുക്കുന്നവർക്ക് പോലും ധൈര്യമായിട്ട് ഈ ഒരു റെസിപ്പി കണ്ടിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. താങ്ക്